ഈ CPM വിട്ട് വരുന്ന വിമതർക്ക് ഒരുപാട് സീറ്റ് പ്രാവശ്യം നൽകി. ആയിഷ പൊറ്റി മുതൽ നമ്മൾ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ പയ്യന്നൂർ വരെ ഒറ്റപ്പാലത്തുണ്ട്, ഇങ്ങനെ കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസിലുള്ളവർക്ക് അവസരം കൊടുത്തില്ല എന്നുള്ള ഒരു പരാതി. അങ്ങനെ ഒരു പരാതിയില്ല. വ്യക്തികൾക്ക് പ്രസിഡന്റിന് സ്വാഭാവികമായിട്ട് അറിയാം. എനിക്കറിയാം ആ സീറ്റുകളൊക്കെ അതറിയാം. ഞങ്ങൾക്കിപ്പോ ചില ഇൻഡിവിജ്വൽസിന് ചിലപ്പോ അവർക്ക് ഈ സീറ്റ് എനിക്ക് കിട്ടുമായിരുന്നല്ലോ. പക്ഷെ അവരൊന്നും അങ്ങനെ ആരും പ്രകടിപ്പിച്ചിട്ടില്ല. എല്ലാവരും സ്വാഗതം ചെയ്തു. അതിൻ്റെ രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലാക്കി ഞങ്ങൾ ആലോചിച്ച് എല്ലാവരെയും കോൺഫിഡൻസ് എടുത്തിട്ടാണ് ഓരോരുത്തരും സ്വീകരിച്ചു. ഇവരിൽ ആരൊക്കെ ജയിക്കാൻ സാധ്യതയുണ്ട്? അവരിൽ അധികം പേരും ജയിക്കും. സുധാകരൻ ജയിക്കാൻ സാധ്യതയുണ്ട്. സുധാകരൻ ഉറപ്പായിട്ട് ജയിക്കും. ഈ ഇത്രയൊക്കെ അനുകൂല ഘടകങ്ങൾ പറയുമ്പോഴും ഇടയ്ക്കുണ്ടായ കുറച്ച് അസ്വാരസ്യങ്ങൾ, ഒരുപക്ഷെ അങ്ങ് മാനസികമായി വിഷമിച്ച കുറച്ച് അസ്വാരസ്യങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് അങ്ങ് പലപ്പോഴും തുറന്നു പറയില്ല. കാരണം തെരഞ്ഞെടുപ്പിൽ അങ്ങ് എപ്പോഴും ഓരോ വാക്കും ശ്രദ്ധിച്ച് പറയുന്ന ഒരാളാണ്, തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച്. സുധാകരൻ ഉണ്ടാക്കിയ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് ശരിക്കും ഒഴിവാക്കേണ്ടത്. ഇല്ല, അത് മാധ്യമങ്ങളാണ് അതിനെ പെരുപ്പിച്ചത്. ഇപ്പം ഞാൻ അവസാനം ഇപ്പം കഴിഞ്ഞ 2 ദിവസത്തെ വാർത്താ സമ്മേളനങ്ങളിൽ ഞാനും കുറച്ച് വികാരത്തിൽ തന്നെ സംസാരിച്ചു. കാരണം എന്നാ പറ്റിയത്, ആ ഇഷ്യൂവിൽ ഞാൻ അത്ര കണ്ട് ആ ഇഷ്യൂവിൽ സത്യത്തിന്റെ ഭാഗത്ത് ഞാൻ നിൽക്കുകയാണ്. എൻ്റെ പേരിലാണ് ഒരു കത്ത്. ഞാൻ അങ്ങനെ ഒരു കത്ത് അയച്ചിട്ടില്ല, ഒരു കത്ത് എഴുതിയിട്ടില്ല എന്ന് ഞാൻ DGPക്ക് പരാതി കൊടുക്കുന്നു. ഇനി ഞാനൊരു കാര്യം കൊണ്ട് ദീപക്കിനോട് ചോദിച്ചിട്ട്, ആരാണ് ഈ കത്തിന്റെ ആള്? അവര് പറയട്ടെ. ഞങ്ങൾക്ക് ഈ കത്ത് കിട്ടി. ഞാനിപ്പോൾ നിങ്ങളുടെ ഈ ചാനൽ ചർച്ച 24-ലൂടെ ഞാൻ ഈ കത്ത് പ്രചരിപ്പിച്ചവരോട് ആരെങ്കിലും സധൈര്യം ഈ കത്തിന്റെ ഒറിജിനാലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു. എന്റെ ചലഞ്ചാണ്. പ്രതിപക്ഷ നേതാവും പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു കത്ത് കൊടുത്തു. പ്രതിപക്ഷ നേതാവ് ഞാൻ ഇന്റർവ്യൂവിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ കത്ത് കൊടുക്കാറില്ല, ഞങ്ങൾ നേരിട്ട് പറയലാണ്. നമ്മൾ ഇതുവരെ 140 നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ കത്ത് കൊടുത്തിട്ടില്ല. അതിന് സ്ക്രീനിങ് കമ്മിറ്റി സ്ക്രീനിങ് കമ്മിറ്റിയിൽ ഞങ്ങൾ അഭിപ്രായം പറയും. അത് കഴിഞ്ഞ് CEC സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിൽ ഞങ്ങൾ അഭിപ്രായം പറയും. മിക്കവാറും അഭിപ്രായം ചോദിക്കുകയാണ്. അതിന് പകരം ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കത്ത് കൊടുക്കാൻ എൻ്റെ ആവശ്യമില്ല. ഇനി കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ വ്യക്തമാക്കിയത് കൊടുത്താൽ കൊടുത്തു എന്ന് പറയും. അല്ല, ഞങ്ങൾ പോലും ഈ കത്ത് വ്യാജമാണ് എന്ന് തന്നെയാണ് വിശ്വസിച്ചത്. കാരണം എന്തെന്നാൽ, ഒന്ന് കത്തിൻ്റെ സ്വഭാവം, കത്ത് വായിക്കുമ്പോൾ തന്നെ വ്യാജമെന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ, ടു ബി ഫ്രാങ്ക്. അത് കഴിഞ്ഞ് ഈ FB കാണുമ്പോഴാണ്, പിന്നെ FBയിൽ വന്നു എന്ന് വരുമ്പോഴാണ്. കാരണം ആ FBയിലെ അതിനു മുമ്പുള്ള എല്ലാ പോസ്റ്റുകളും കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും വിജയത്തിന് വേണ്ടിയുള്ളതാണ്. എന്നിട്ടും ഈ വാർത്ത ആദ്യം കൊടുത്തില്ല. പക്ഷെ പിന്നീട് സുധാകരൻ്റെ ഒരു പ്രതികരണം വരികയാണ്, കത്ത് വ്യാജമല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതെങ്ങനെയാണ് വരുന്നത്? അതെനിക്കറിയില്ല, അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. അത്തരം ഒരു കാര്യം മനസ്സിലാക്കാതെ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം.